ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് 3 പ്രൊഡക്ട്സ് വാങ്ങിച്ചിരുന്നു. പ്ലമ്മിൻ്റെ തന്നെ പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ കാരണം എനിക്ക് അധികം കട്ടിയുള്ള മുടിയല്ല, വളരെ തിന്നാണ് എൻ്റെ മുടി. അപ്പോൾ അതിന് എനിക്ക് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ്സിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ ബോട്ടോക്സ് അങ്ങനെയൊന്നുമുള്ള ഇത് എൻ്റെ ഹെയറിന് സൂട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉള്ള ഹെയർ ഒത്തിരി ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ പലതും യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെക്സ്ചറൊന്നും എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നു. അതുപോലെ തന്നെ അതിലുള്ള ഇൻഗ്രീഡിയൻസും ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ പ്ലമ്മിൻ്റെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതൊരു നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നി. അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാമെന്നും തോന്നി കേട്ടോ. അപ്പം പ്ലം ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. നിങ്ങൾക്കും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. വലിയ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇതിലില്ല. അതുപോലെ തന്നെ മുടിയുടെ പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിച്ചത്. മുടിക്ക് നല്ല ഒരു ബൗൺസ് ഫീലിങ്, അതുപോലെ ഒരു സോഫ്റ്റ് ടെക്സ്ചർ മാത്രമല്ല, ഒരു മോയ്സ്ചറുള്ള ഒരു ടെക്സ്ചർ പോലെ തോന്നുന്നു അത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഇങ്ങനെ ക്രിങ്കിളായിട്ട് പൊട്ടിപ്പോകുന്നില്ല, അതുപോലെ ഫ്രിസി ആയിട്ടിരിക്കുന്നുമില്ല കേട്ടോ. എണ്ണ പോലെ എനിക്ക് തലയിൽ അധികം ഉപയോഗിക്കാൻ പാടില്ല. എണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് കോൾഡ് പെട്ടെന്ന് വരും, പിന്നെ സ്നീസിങ് വരും, പിന്നെ ബാക്ക് പെയിൻ വരും, കഴുത്ത് പെയിൻ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് തലയിൽ എണ്ണയൊന്നും തേക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂട്ടബിളായ ഒരു ഷാമ്പൂ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു കണ്ടീഷണർ ആൻഡ് ഷാമ്പൂ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് കുറേ നാളുകൊണ്ട് ഞാൻ പലതും വാങ്ങിച്ചു. അപ്പോൾ ഞാൻ കഴിയുന്നതും ചെറുത് വാങ്ങിച്ച് നോക്കും എനിക്ക് സൂട്ടബിളാണോ എന്ന്. കാര്യം എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ശരിയാവില്ല. ചിലതൊന്നും നമുക്ക് നമ്മുടെ ബോഡിക്ക് പറ്റിയതായിരിക്കില്ല, നമ്മുടെ ഹെയറിന് പറ്റിയതായിരിക്കില്ല. അപ്പോൾ പ്ലം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ബെറ്ററായി കേട്ടോ. പ്ലം കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനന്ന് ഈ 2 എണ്ണം വാങ്ങിച്ചു. ആദ്യം ചെറുത് വാങ്ങിച്ചതിന് ശേഷം പിന്നെ വലുത് വാങ്ങിച്ചായിരുന്നു. ഇത് അവക്കാഡോ ആൻഡ് ആർഗൻ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ളതെന്ന് വെച്ചാൽ ഫ്രിസ് കൺട്രോൾ ഷാമ്പു എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരുമാതിരി നമ്മൾ പിടിക്കുമ്പോൾ അതിനൊരു സ്മൂത്ത്നെസ് കാണൂല മുടിക്ക്, ഒരു ശബ്ദമുണ്ടാക്കുന്ന കണക്കത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും മുടിക്ക്. അപ്പോൾ എൻ്റെ ഹെയർ ഒത്തിരി വേവിയാണ്. അപ്പോൾ ഇത് തേച്ചപ്പോൾ ആക്ച്വലി പിന്നെ ഈ ഒരു ഷാമ്പു വളരെ കൂടുതലൊന്നും എടുക്കണ്ട, കുറച്ച് മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഇവരുടെ തന്നെ അവക്കാഡോ ആർഗൻ കണ്ടീഷണറാണ് ഉപയോഗിച്ചത് കേട്ടോ. കണ്ടീഷണർ ഉപയോഗിച്ച് നന്നായിട്ട് മുടിയിലെല്ലാം പുരട്ടിയതിന് ശേഷം കഴുകിക്കളഞ്ഞു. എന്നിട്ട് സാധാരണ ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഡേ യൂസ് ചെയ്തപ്പോൾ ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്തു. അതിന് ശേഷം ഞാൻ ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്തില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്തത് അവരുടെ തന്നെ ഹെയർ പാക്കാണ് കേട്ടോ. ഹെയർ മാസ്ക് എന്നും പറയും കേട്ടോ, ഹെയർ മാസ്ക്. അപ്പോൾ ഈ ഒരു ഇത് തന്നെയും അവക്കാഡോ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് ഒരു നറിഷ്മെൻറ്റ് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് അവക്കാഡോ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഇട്ട് കേട്ടോ. ഒരു വെൻസ്ഡേ ഇട്ട് പിന്നെ ഫോളോയിങ് സാറ്റർഡേയും മാത്രമേ ഞാൻ യൂസ് ചെയ്തോളൂ. അപ്പോൾ ലൈക്ക് 2 times in a week അങ്ങനെ ചെയ്തപ്പോൾ മുടിക്കൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്ന ആ ഒരു ടെൻഡൻസി മുടിക്കുണ്ടായിരുന്നത് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്. ഞാൻ ഇന്നിപ്പോൾ കുളിച്ചപ്പോൾ ഞാനിത് യൂസ് ചെയ്തു. അപ്പോൾ ഒരുപാട് മുടിയൊന്നും ഇല്ല എനിക്ക്, കുറച്ച് മുടിയേ ഉള്ളെങ്കിൽ ഒരു നല്ലൊരു സോഫ്റ്റ് പാമ്പേർഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഹെയറിന് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇത് ഒരു ഷൈനും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ കുഴപ്പമില്ല. കാര്യം ഇതിൽ ഒരുപാട് ഹാർഷ് കെമിക്കൽസ് ഒന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അല്ലേ. താളി അങ്ങനെ ഉള്ളതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, എണ്ണ ഉപയോഗിക്കാറില്ല. അപ്പോൾ എനിക്ക് സൂട്ടബിളായിട്ടുള്ളത് കണ്ട് ഞാൻ പിടിച്ചു. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയപ്പോൾ
എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവക്കാഡോ നമ്മുടെ മുടിക്ക് നല്ലതാണ്, അതുപോലെ തന്നെ അവക്കാഡോ മാസ്ക്. അപ്പോൾ ഈ 3 പ്രൊഡക്ട്സാണ് ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. ഇത് പ്രൊമോഷനൊന്നും അല്ല, എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തു. കാര്യം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി ഏതാണ് ഉപയോഗിക്കുന്നത്. കാര്യം കുറച്ച് മുടിയേ ഉള്ളെങ്കിലും ആ ഒരു മുടിക്ക് നല്ല ഒരു ബൗൺസ് ഫീലിങ്, അതുപോലെ തന്നെ നല്ലതുപോലെ കിടക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലേ. ഒരുപാട് മുടിയില്ലാത്തവർക്ക് കുറച്ച് മുടി നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹവും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ ബൈ ഫോർ നൗ, ടേക്ക് കെയർ, ബൈ.